ആത്മാവോട് നിന്റെ സന്നിധിയിൽ വന്നു ചേരാൻ തന്ന ഉറപ്പയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും നീ കൈക്കൊള്ളണമേ. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 33-ാമത്തെ പാട്ട് നമുക്ക് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 33.
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ത്രിത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരുമങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റു പറയാം. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ എന്ന വഴികളിൽ നിന്ന് തെറ്റിച്ചു നീയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളുടെ വിചാരങ്ങളെയും മോങ്ങളെ ഞങ്ങളെ അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ വിശ്വാസങ്ങളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാവിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധാന്തത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളിന്മേൽ ദൈവത്തോടും നീതിയോടും സ്വഭാവത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്ന് വിശദീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിനെ സ്തുതിപ്പീൻ.
അറിയിച്ചിരിക്കുന്നതായ പഴയ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ ലഭിച്ചിരിക്കുന്ന നിവേദനങ്ങളെ കേൾക്കി. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ. ദൈവം നോക്കുകയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിടിവാറുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയിൽ നിന്നു വെള്ളം ഇടപെടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10-ാം മാസം വരെ വെള്ളം ഇടപെടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിലുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അവനൊരു മലങ്കാക്കയെ പുറത്തു വിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയത് വരെ പോയിൽ വന്നുകൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് അറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെയും തന്റെ അടുക്കൽ നിന്ന് പുറത്തു വിട്ടു. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കുക കൊണ്ട് പ്രാവ് കാൽവെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈ നീട്ടിയതിനെ പിടിച്ചു തന്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വിട്ടു. പ്രാവ് നേരത്തെ അവന്റെ അടുക്കൽ വന്നു. അതിന്റെ വായിൽ അതാ ഒരു പച്ച ഓലവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞെന്ന് നോഹ അറിഞ്ഞു. പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തു വിട്ടു. അത് പിന്നെ അവന്റെ അടുക്കൽ മടങ്ങി വന്നില്ല. 601-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. 2-ാം മാസം 27-ാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. ഇവിടെ പഴയ നിവേദഭാഗം വായിച്ച് കഴിഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവേ, നിന്നിലേക്ക് ഞാൻ മനസ്സ് ഉയർത്തുന്നു. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവേ, എന്റെ അകൃത്യമരിയത് നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. അവൻ സുഖത്തോടെ വസിക്കും. അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. എന്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു. അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എനിക്ക് മനവീടുകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്റെ ശത്രുക്കളെ നോക്കണമേ. അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിന ദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ.
രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസിന്റെ എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ ദൈവവചനങ്ങൾ കേൾപ്പീൻ. പൗലോസിന്റെ എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുൻപേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിന്നു വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശവൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. ഇങ്ങനെ രണ്ടാം വേദഭാഗം വായിച്ച് കഴിഞ്ഞിരിക്കുന്നു. സഭയുടെ പഠനം.
വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദേമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റിഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു ഉത്തരം പറഞ്ഞു. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ ഭാഗം വായിച്ചു കഴിഞ്ഞു.
ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങളിരിക്കുമ്പോൾ നിന്റെ വചനത്തെ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഒരിക്കൽ കൂടി സഭയായി ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിക്കുന്ന സഭയ്ക്ക് ആദ്യത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു അല്പസമയ ചിന്തയ്ക്കായിട്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് ദക്ഷിണേന്ത്യ സഭയായിട്ട് നമ്മൾ ആലോചിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്നുള്ള പിറവി, സ്നാനം എന്നുള്ളതാണ്. ബാപ്റ്റിസം ബോൺ ഫ്രം എബവ്. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗങ്ങളൊക്കെ പരിശോധിച്ച് നമുക്കറിയാം, സ്നാനത്തെക്കുറിച്ചും ജലത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചുമൊക്കെയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് വായിച്ച് കേട്ടത്. സ്നാനം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള പദമാണ്, പരിചയമുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് ബാപ്റ്റൈസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം എന്നുള്ള ആ വാക്ക് ഉരുത്തിരിഞ്ഞ് വന്നത്. സ്നാനം എന്നുള്ള വാക്ക് മാത്രമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ബപ്തിസ്മ മാത്രമല്ല, വാക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് കുളിക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടെയുണ്ട്. അതിൻ്റെ മൂല അർത്ഥവും അങ്ങനെ തന്നെ, ടു ഇമ്മേഴ്സ്, വെള്ളത്തിൽ മുങ്ങി എടുക്കുക. വെള്ളം തന്നെ ആയിരിക്കണമെന്നില്ല, മുങ്ങി എടുക്കുക അല്ലെങ്കിൽ മുങ്ങി നിവരുക എന്നുള്ളൊരർത്ഥമാണ് ഈ ബാപ്റ്റിസം എന്നുള്ള ആ വാക്കിന് കിട്ടിയിരിക്കുന്നത്. ആത്മീയപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു മതങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ കുളിക്കുന്നതിന് പല മതങ്ങളിലും പല ഗുണങ്ങളായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണേലും ബുദ്ധിസ്റ്റുകളാണേലും അതുപോലെ പല മതവിഭാഗങ്ങളിലും കുളിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. പക്ഷേ സ്നാനം അല്ലെങ്കിൽ ബാപ്റ്റിസം എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടി നമ്മൾ ക്രിസ്തീയ സഭകളിലാണ് കണ്ടിരിക്കുന്നത്. അത് കാത്തലിക് വിഭാഗത്തിലാണേലും പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലാണേലും അത് വളരെ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. എന്നാൽ ഈ സ്നാനം അത് വേണ്ട എന്നുള്ള വിഭാഗങ്ങളും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉണ്ട്. 3 തരത്തിലുള്ള സ്നാനങ്ങളായിട്ടാണ് അല്ലെങ്കിൽ സ്നാനം എന്നുള്ള പ്രക്രിയ ഉണ്ടായിട്ടാണ് നമ്മൾ അറിയുന്നത്. ഇതിൽ ഒന്നാമത്തത് തളിക്കൽ സ്നാനം അല്ലെങ്കിൽ അപ്പേഴ്സൺ. രണ്ടാമത്തേത് ഒഴിക്കൽ സ്നാനം അല്ലെങ്കിൽ അഫ്യൂഷൻ. മൂന്നാമത്തേത് നിമഞ്ജന സ്നാനം അല്ലെങ്കിൽ മുക്കി എടുക്കുന്നത്, അതിന് ഇമ്മേഴ്സൺ എന്ന് പറയും. അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ സ്നാനം നമ്മളുടെ ക്രിസ്തീയ സഭയിൽ ആചരിക്കപ്പെടുന്നത്. അതിൽ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ CSIയിൽ വരുന്നത് ഒഴിക്കൽ സ്നാനം, അഫ്യൂഷൻ എന്നുള്ള ആ സ്നാനമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സഭയിൽ നമുക്കറിയാം ശിശു സ്നാനമാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. എന്നാൽ മുതിർന്ന സ്നാനവും വല്ലപ്പോഴുമൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മുടെ സഭകളിൽ നടന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-30 വർഷം മുമ്പ് കണ്ണിക്കൽ സഭയിൽ വെച്ച് ഇങ്ങനെ ഒരു മുതിർന്ന സ്നാനം നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പിടിയോണച്ചൻ അവിടെ ഇരുന്ന കാലത്ത്. പിന്നീട് ശിശു സ്നാനത്തെക്കുറിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒത്തിരി കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് ശിശു സ്നാനം എന്ന് പറയുന്നത്. ശിശുക്കൾക്ക് പാപങ്ങളില്ല, ശിശുക്കൾക്ക് തെറ്റ് ചെയ്യാനുള്ള കഴിവില്ല, അതുകൊണ്ട് അവർക്ക് സ്നാനം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ചിന്തകന്മാരുണ്ട്. അതല്ല, ശിശുക്കൾ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ സഭയോട് ചേർന്ന് സഭയുടെ മെമ്പറായിട്ട് അല്ലെങ്കിൽ സഭയുടെ ഒരു കുഞ്ഞാടായിട്ട് വളർന്നു വരണോ, അതുകൊണ്ട് സ്നാനം ആവശ്യമാണെന്ന് തർക്കിക്കുന്ന ഒരു ഭാഗത്തുണ്ട്. പക്ഷെ ബൈബിൾ പരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ശിശു സ്നാനം തെറ്റല്ല എന്ന് നമുക്കറിയാം. എൻ്റെ 1-2 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നത്, കുടുംബങ്ങളായിട്ട് സ്നാനപ്പെട്ട കുറച്ച് പേരെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ പറയുന്നു. 1 കൊരിന്ത്യർ 1:16 വാക്യത്തിൽ നമ്മൾ അറിയുന്നത് സ്തേഫാനോസ് കുടുംബത്തോട് സ്നാനപ്പെട്ടതായിട്ട് അറിയാം. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത് ലുദിയ എന്ന് പറയുന്നതാണ് കുടുംബത്തോടുകൂടി സ്നാനപ്പെട്ടതായിട്ട് അറിയാം. കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അച്ഛനും അമ്മയും മാത്രമായിരിക്കില്ല, കുഞ്ഞുങ്ങളും കൂടെ അതിൽ കാണും. അതുപോലെ തന്നെ കൊർന്നല്യോസും കുടുംബമായിട്ട് സ്നാനപ്പെട്ടതായിട്ട് അറിയാം. കാരാഗ്രഹ പ്രമാണി കുടുംബമായിട്ട് സ്നാനപ്പെട്ടതായിട്ട് നമുക്കറിയാം. ഇനി നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കുടുംബമായിട്ട് സ്നാനപ്പെട്ട ആളുകളിൽ അവരിൽ ശിശുക്കളുടെ സ്നാനം ഒരിക്കലും വിലക്കിയിരുന്നില്ല എന്ന് നമുക്ക് ബൈബിളിൽ നിന്നിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ശിശുസ്നാനമായിട്ട് നമ്മളുടെ സഭ മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉചിതമാണെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. രണ്ടാമത് നമ്മൾ ആലോചിക്കുന്നത്, എന്തിനാണ് സ്നാനം? ഒരാളെ പള്ളിയിലോട്ടങ്ങ് ചേർത്താൽ പോരെ, ഇവരെ സ്നാനപ്പെടുത്തുന്നത് എന്തിനാണ്? ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്തുമ്പോൾ അവിടെയാണ് ഒത്തിരി കോൺട്രവേഴ്സി വരുന്നത്.
ഒരു പാപവും ചെയ്യാത്ത കുഞ്ഞുങ്ങളെ വെള്ളം തളിച്ച് എന്തിനാണ് സഭയിലോട്ട് ചേർക്കുന്നത്? വളരെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് ബൈബിളിൽ കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആദിമ പാപമുണ്ട്. അങ്ങനെ സ്റ്റഡീസ് നമുക്ക് അധികം കിട്ടിയിട്ടില്ല. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ഉണ്ടായി വരുമ്പോൾ തന്നെ ആദിമ പാപം, അതായത് ഏദൻ തോട്ടത്തിൽ വെച്ച പാപത്തിന് അവൻ അവകാശിയായി തീരുകയാണ്. അവന് കൊടുക്കുന്നല്ല, അവൻ്റെ അവകാശമാണത്, ആ ആദിമ പാപം. അത് മാറി ഒരു ദൈവപൈതലായിട്ട് വരണമെങ്കിൽ അവന് സ്നാനം ആവശ്യമാണ്. ആ ചിന്തയിലാണ് നമ്മളുടെ ഈ ശിശു സ്നാനം നമ്മുടെ സഭയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. റോമർക്ക് എഴുതിയ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഏക വ്യക്തിയുടെ പാപവും മരണവും ലോകത്തിലേക്ക് വന്നു എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അശുദ്ധനിൽ നിന്ന് അശുദ്ധനെ ഉണ്ടാവുകയുള്ളൂ എന്നൊരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അശുദ്ധനിൽ നിന്നുണ്ടായി അശുദ്ധൻ വിശുദ്ധനാകണമെങ്കിൽ അവന് സ്നാനം ആവശ്യമുണ്ട്. അപ്പോൾ ഈ സ്നാനം കുഞ്ഞുങ്ങൾ ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ എന്തിൻ്റെ പുറത്താണ് ഈ കുഞ്ഞിനെ നമ്മൾ സ്നാനപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? അത് പറയുന്നത് മറ്റുള്ളവരുടെ വിശ്വാസത്താൽ ഒരാൾക്ക് രക്ഷ പ്രാപിക്കും എന്ന് നമ്മുടെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു തളർവാദക്കാരനെ ആളുകൾ എടുത്തുകൊണ്ടുവന്ന് വീട് പൊളിച്ച് ഇറക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവന് സൗഖ്യം കൊടുക്കുന്നതിനും കൂട്ടത്തിൽ യേശുക്രിസ്തു അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസത്താൽ ഇവന് സൗഖ്യം കൊടുക്കുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശുക്രിസ്തു അവന് സൗഖ്യം കൊടുക്കുന്നത്. അപ്പോൾ 2-3 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. അടുത്തത് വരുന്നത് മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ തന്നെ വരുന്ന ശതാധിപൻ്റെ ദാസിൻ്റെ സൗഖ്യം. ശതാധിപൻ യേശുക്രിസ്തുവിന് മുമ്പിൽ വന്ന് ഉണ്ടുകയാണ്, പ്രിയപ്പെട്ട ദാസൻ അസുഖമായി കിടക്കുന്നു, നീ വന്ന് അവനെ നീ സൗഖ്യം കൊടുക്കണം. അപ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരാം. അപ്പോൾ ശതാധിപൻ പറയുന്നത്, വേണ്ട, നീ വരണ്ട, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ആ ശതാധിപൻ്റെ വിശ്വാസം കൊണ്ട് ആ ദാസൻ സൗഖ്യമാകുന്നു. അതുപോലെ തന്നെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പറയുന്നത് പിതാവിൻ്റെ വിശ്വാസത്താൽ മകനിൽ നിന്ന് അശുദ്ധാത്മാവ് വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണും. അപ്പോൾ വേറൊരാളുടെ വിശ്വാസത്താൽ കുഞ്ഞുങ്ങൾക്ക് രക്ഷ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും നമ്മൾ പഴയ നിയമകാലത്തേക്ക് പോകുമ്പോൾ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നത്, അവിടെ നമുക്ക് അറിയാം, മിസ്രയീമിൽ ബാധകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാധ കഴിയുമ്പോൾ വേറൊന്ന് അങ്ങനെ വന്ന് 10ാമത്തെ ബാധ വരുന്ന സമയമാണ്. 10ാമത്തെ ബാധ വരുന്നതിന് മുമ്പ് യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട്, ആട്ടിൻകുട്ടിയുടെ രക്തം കതകിൻ്റെ 3 സൈഡിലും തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് മോശയ്ക്കറിയില്ല, എന്തിനാണെന്ന് അവിടെയുള്ള ഇസ്രായേലുകാർക്കും അറിയത്തില്ല. പക്ഷേ യഹോവ പറഞ്ഞുകൊണ്ട് മസ്റ്റായിട്ട് ഇവരിത് ചെയ്തു. അവർ വിശ്വാസത്തിലാണ് ചെയ്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇസ്രായേൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആദ്യജാതൻ പോലും മരിച്ചില്ല. ആ വിശ്വാസത്താലാണ് കുഞ്ഞുങ്ങൾ അവിടെ രക്ഷപ്പെട്ടത്. വീണ്ടും സ്നാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമകാലത്ത് പരിശോധനയായിരുന്നു സ്നാനത്തിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളെ 7 ദിവസം ആകുമ്പോൾ തന്നെ പരിശോധന കഴിച്ചിരുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ നിന്നറിയാം. ആ പഴയ ഉടമ്പടിയുടെ പുതിയ രൂപമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജ്ഞാനസ്നാനം അല്ലെങ്കിൽ ബാപ്റ്റിസം എന്ന് പറയുന്നത്. ഈ സ്നാനത്തിലൂടെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്? ഒന്നാമതായിട്ട് വരുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒരു കൽപ്പനയാണ് സ്നാനപ്പെടുത്തണമെന്നുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് 19-ാം വാക്യം വായിക്കുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ കമാൻഡായിട്ടാണ് സ്നാനത്തെ നമ്മൾ കാണുന്നത്. അത് വെറുതെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലല്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനായിട്ടാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് ദ ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത് ഇൻ പബ്ലിക്. നമ്മളുടെ സമൂഹത്തിലാണ്, നമ്മുടെ സഭയിൽ വെച്ചിട്ടാണ് നമ്മൾ സ്നാനം കഴിപ്പിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡയോസിസിൽ തന്നെ ഒരു തീരുമാനം വന്നിരുന്നു, ദിവസങ്ങളിൽ സ്നാനം കഴിപ്പിക്കരുത്, കഴിയുന്നതും പരസ്യ ആരാധനകൾ വേണം സ്നാനം നടത്താനും. പ്രാക്ടിക്കലായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ബാപ്റ്റിസം വരുന്ന സമയത്ത് പെൻഡ്ര വലിയ സഭയിൽ വെച്ചാൽ ചെയ്തത് പെരുന്നാൾ ദിവസമാണ്. പക്ഷേ വേറെ ദിവസങ്ങൾ ഒരു സൗകര്യപ്രദമായ ദിവസങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, പെരുന്നാളൊക്കെ ആണ്,
എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവരുടെ പള്ളിപ്രദേശ ദിന പെരുന്നാളിൻ്റെ ദിവസമാണ് എൻ്റെ മോളെ ബാപ്റ്റിസം നടത്തിയത്. അപ്പം ഡയോസിസ് ആയിട്ട് നമുക്കൊരു തീരുമാനമുണ്ട്, പരസ്യ ആരാധനകൾ വേണം സ്നാനം ശുശ്രൂഷ ചെയ്യുവാൻ എന്നുള്ളത്. മൂന്നാമതായിട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂ ലൈഫ്, പുതിയൊരു ജീവിതമാണ് സ്നാനത്തിനോടുകൂടി ഒരു കുഞ്ഞ് തുടർന്ന് പോകുന്നത്. അത് ശിശു സ്നാനം മാത്രമല്ല, മുതിർന്നവർക്കുള്ള സ്നാനത്തിലും പുതിയൊരു ജീവിതത്തിലേക്ക് അവർ കടന്നു വരികയാണ്. ഇങ്ങനെ സ്നാനപ്പെടുന്ന ആൾ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ CSIയുടെ ക്രമം അനുസരിച്ച് കൺഫർമേഷൻ അല്ലെങ്കിൽ സ്ഥിരീകരണ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരികയാണ്. എനിക്ക് സ്ഥിരീകരണ ശുശ്രൂഷ കിട്ടിയത് 1985 1985 മൈക്കിൾ ജോൺ തിരുമേനിയാണ് എനിക്ക് സ്ഥിരീകരണ ശുശ്രൂഷ നൽകിയത്. അന്ന് നമ്മുടെ ഈസ്റ്റേൽ ഡയസസ് ഉണ്ടായിട്ട് അതിൽ നിന്നൊന്നും ആയിട്ടില്ല. ആദ്യത്തെ ബിഷപ്പാണല്ലോ മൈക്കിൾ ജോൺ തിരുമേനി. അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപസഭകളിൽ സ്ഥിരീകരണ ശുശ്രൂഷ നടക്കാറില്ല, ഇടവകയിലാണ് നടത്തുന്നത്. അപ്പോൾ കണ്ണിക്കൽ ഇടവകയിൽ വെച്ചിട്ടാണ് ഈ സ്ഥിരീകരണ ശുശ്രൂഷ കിട്ടിയത്. ഞങ്ങൾ ഇടവകയായ അല്ല ഉപസഭയായിരുന്ന മൂന്നൂരത്തുനിന്നും അനൂരിൽ എല്ലാം കൂടെ 60 പേരോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കൂട്ടത്തിൽ ഒരു മുതിർന്ന സ്ഥാനവും കൂടെ ഉണ്ട്. അത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്നുവെച്ചാൽ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു അത് നടന്നത്. അപ്പം അന്നത്തേക്ക് നമുക്കറിയാമല്ലോ, ബിഷപ്പന്മാർ വന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറഞ്ഞില്ലെങ്കിൽ സ്ഥിരീകരണം തരികയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കും പേടിയുണ്ടായിരുന്നു, തിരുമേനി എന്താ ചോദിക്കാൻ പോകുന്നു. തിരുമേനി കാൻഡിഡേറ്റ്സിനെ എക്സാം ചെയ്യുന്ന സമയത്ത് ഒറ്റ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചത് ഇതാണ്: നിങ്ങളുടെ ബപ്തീസ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നാന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജ്ഞാനമാതാപിതാക്കന്മാർ മൂന്ന് കാര്യങ്ങൾ അവർ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 3 കാര്യങ്ങൾ ഏവയ്ക്കാണെന്ന് ചോദിച്ചിരുന്നു. ഇന്നത്തെ കാലത്തും സ്ത്രീ ശുശ്രൂഷ പഠിക്കുമ്പോൾ നമ്മളത് മസ്റ്റായിട്ടും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞേക്കാം. ഒന്നാമതായിട്ട് പിശാചിനെയും അവൻ്റെ സകല പ്രവൃത്തിയെയും ഉപേക്ഷിക്കുമെന്നും, രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തെ ഇടവിടാതെ വിശ്വസിക്കുമെന്നും, മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരണത്തോടെ പ്രമാണിക്കുമെന്നും. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജ്ഞാനമാതാപിതാക്കൾ നമ്മുടെ ബപ്തീസ സമയത്ത് ആ കുഞ്ഞിന് വേണ്ടി വാഗ്ദത്തം ചെയ്യുകയാണ്. എന്നിട്ട് ആ ജ്ഞാനമാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മൾ ഗോഡ് മദർ ആൻഡ് ഗോഡ് ഫാദർ അവരാണ് ഈ കുഞ്ഞിനെ നമ്മുടെ സഭയുടെ ചിട്ടവട്ടങ്ങളും സഭയുടെ വിശ്വാസവും സഭയുടെ വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ പഠിപ്പിക്കേണ്ടത്. തിയറിറ്റിക്കലി കേട്ടോ, പ്രാക്ടിക്കലായിട്ട് പറയുന്നല്ല, അങ്ങനെ ചെയ്യണമെന്നാണ്. പക്ഷേ പലപ്പോഴും അത് പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരീകരണ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ എനിക്കൊക്കെ ക്ലാസ് എടുത്തുന്നത് പിന്നീട് അച്ഛനായിട്ടായിരുന്ന KJ ഐസക് അച്ഛനായിരുന്നു, കളപ്പുരയ്ക്കൽ അച്ഛൻ എന്ന് പറയും. അന്ന് ഉപദേശിയായിട്ട് ഞാൻ മൂലമറ്റ സഭയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് സ്ഥിരീകരണ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നതാണ് കാര്യം അല്ലെങ്കിൽ ഇന്നതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുത്ത് അപ്പോഴാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ മിക്കപ്പോഴും അറിയുന്നത് നമ്മളുടെ സഭ എന്തെന്നും സഭയുടെ പ്രത്യേകത എന്തെന്നും സഭയുടെ വിശുദ്ധി എന്തെന്നും നമ്മൾ അറിയുന്നത്. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞ് സ്ഥിരീകരണത്തിന് മുമ്പായിട്ട് ആസ് പെർ ദ റൂൾ, നമ്മുടെ CSIയുടെ റൂൾ അനുസരിച്ച് ഈ സ്ഥിരീകരണത്തിന് ഒരുങ്ങുന്ന ഈ കുഞ്ഞിന് തീരുമാനിക്കാം ഈ സഭയിൽ തുടരണമോ വേണ്ടയോ. തിയറിയായിട്ടാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ പലപ്പോഴും അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ അടുത്ത് വരുന്നില്ല. പക്ഷെ അവനൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവിടെ, ഈ സഭയിൽ ചേരണമോ വേണ്ടയോ എന്നുള്ളത്. ചേരണമെന്നാണ് അവൻ തീരുമാനമെങ്കിൽ അവനെ സഭയുടെ അംഗമായിട്ട് ചേർക്കുകയാണ്. അതിനാണ് നമ്മൾ സ്ഥിരീകരണ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലേ, കഴിഞ്ഞ നമ്മൾ സ്ഥിരീകരണ ശുശ്രൂഷ നടന്നതാണ്. അപ്പം അങ്ങനെ ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറുന്ന അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറുന്നതിൻ്റെ ഒന്നാമത്തെ നടപടിയാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. നമ്മളുടെ സഭയിൽ പറഞ്ഞ വിശുദ്ധ ബപ്തിസ്മ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന നമുക്കെല്ലാവർക്കും ഇതിൻ്റെ നമ്മളുടെ സഭയെന്ന ആട്ടിൻകൂട്ടത്തിൻ്റെ സഭയെന്ന കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങളായിട്ട് തീരുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ശകലം പ്രാക്ടിക്കൽ മാറ്റേഴ്സ് കൂടെ ഒന്ന് പറഞ്ഞുള്ളത് സ്നാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രധാനമായിട്ടും അതിൽ ഉദ്ദേശിക്കുന്നത് പല സ്ഥലങ്ങളിലും പലരും എന്നോട് ചെറിയ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ സ്നാനത്തിന് നമ്മൾ വാഴ്ത്തുന്ന വെള്ളമില്ല, അത് അധികം ഉപയോഗിക്കില്ല, കുറച്ചല്ലേ നമ്മൾ എടുക്കുന്നു കുഞ്ഞുങ്ങളുടെ ദേഹത്ത് പുരട്ടാൻ മാത്രം. ബാക്കി വരുന്നത് എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ CSIയിൽ ഇപ്പോൾ ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗശൂന്യമായാലോ അല്ലെങ്കിൽ മിച്ചം വരുന്ന അങ്ങനെ ഡിസ്പോസ് ചെയ്യണം നമ്മളെ പഠിപ്പിക്കുന്നില്ല,
അതിനൊരു ഡയറക്ഷൻസ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ കത്തോലിക്ക സഭയിലൊക്കെ അതിന് കറക്റ്റായിട്ടൊരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇതിന് ഈ സ്നാനത്തിന് ഉപയോഗിക്കുന്ന വെള്ളം മിച്ചം വരുന്നത് നമ്മൾ സ്നാനത്തൊട്ടിയിൽ തന്നെ ഒഴിച്ചിരിക്കും. അതിൽ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് ചെറിയ ഓട്ടയുണ്ട്, അതിലൂടെ അത് ഭൂമിയിലേക്ക് വാർന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചില സ്ഥലത്ത് ഒരിടത്ത് ഞാൻ കണ്ടത് വളരെ വേദന തോന്നി. ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഈ വെള്ളം അവിടെ ഇരിക്കുക, കപ്പ്യാരച്ചൻ വന്ന് അത് എടുത്താൽ ജനലിൽ കൂടെ പുറത്തോട്ട് അങ്ങ് എറിഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രമല്ല അവിടെ വിഷമം ഉണ്ടായത്, കണ്ട പലർക്കും വിഷമം ഉണ്ടായത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായി ആ സ്നാനത്തൊട്ടിക്ക് ഈ ഓട്ടം ഇല്ല, അത് അടച്ചു വെച്ചേക്കുക. അപ്പോൾ വെള്ളം ഇല്ലാതെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നു പോകും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് ചെയ്യാവുന്നത് ഈ വെള്ളം നമുക്ക് തന്നെ കൊണ്ടുപോകാം. ഒരു കുപ്പിയിലെങ്ങാനും ആക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട് അതിന്. അത് വേറെ രീതിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ വീടിൻ്റെ ഹൗസ് വാമിങ് നടത്തുമ്പോൾ പണ്ട് കാലങ്ങൾ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പം നമ്മൾ എണ്ണയും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? വെള്ളം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ മിച്ചം വരുന്ന വെള്ളം അന്നത്തെ പിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആളുകൾ ചവിട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് അത് ഒഴിച്ച് കളയാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരായിരിക്കും വാഴയുടെ മുട്ടിക്കൊണ്ട് ഒഴിക്കും, അപ്പോൾ അവിടെ ആരും ചവിട്ടുകയില്ലെന്നാണ് വിശ്വാസം. പക്ഷെ ഇപ്പോൾ ആൾക്കാരത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും, ചിലപ്പോൾ പാല് കാച്ചുമ്പോൾ പാലിൻ്റെ അകത്ത് ശകലം ഒഴിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അരി വേവിക്കുന്ന സമയത്ത് ഈ വെള്ളം കൂടെ അതിൻ്റെ അകത്ത് ഒഴിക്കാറുണ്ട്. അങ്ങനെ അത് ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ബഹുമാനമില്ലാതെ കളയാതിരിക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നമ്മൾ എണ്ണയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ എണ്ണയും മിച്ചം വന്ന അതിൻ്റെ പ്രത്യേകത അത് പ്രാർത്ഥിച്ച എണ്ണയാണ്. പ്രാർത്ഥിച്ച എണ്ണ പണ്ട് കാലങ്ങളിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഏത് വീട്ടിൽ ചെന്നാലും ഒരു ചെറിയ കുപ്പിയിൽ പ്രാർത്ഥിച്ച എണ്ണ അവിടെ കാണും. ചില പ്രായമുള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ ഉപയോഗം എന്തിനാണ്. എന്തെങ്കിലും ഉപയോഗം കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥിച്ച എണ്ണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മരുന്നായിട്ട് ഉപയോഗിക്കും. എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. വീട്ടിലൊരു കുഞ്ഞുണ്ട്, എന്തോ കാരണവശാൽ ഈ കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നു. വീട്ടിലെ അമ്മച്ചി ഉണ്ടെങ്കിൽ, പ്രാർത്ഥിച്ച എണ്ണ ഉണ്ടെങ്കിൽ അമ്മച്ചി അന്നേരം ഈ ഒരു ഡ്രോപ്പ് എണ്ണ എടുത്ത കുഞ്ഞിൻ്റെ തലയെ തൊടും, സൗഖ്യം കിട്ടുമെന്നാണ് അവരുടെ വിശ്വാസം. അന്ന് ഈ ആശുപത്രി ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒത്തിരി ദുരിതമാണ്. അടുത്തെങ്കിലും ആശുപത്രി കാണില്ല, ഡോക്ടർ കാണില്ല, രാത്രിയാണെങ്കിൽ അത്ര ഭയങ്കര ബുദ്ധിമുട്ടാകും, വാഹന സൗകര്യമില്ല. അപ്പോൾ അവരൊരു മരുന്നെന്ന രീതിയിൽ ഈ പ്രാർത്ഥിച്ച എണ്ണ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അത് രോഗശാന്തിക്ക് വേണ്ടിയായിരുന്നു അവർ കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്താണേലോ കുഞ്ഞൊന്ന് 2 തവണ ഒന്ന് ചുമച്ചാലോ അല്ല ഇച്ചിരി വരെ ഒന്ന് കരഞ്ഞാലോ അന്നേരം കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടും. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 5-8 കൊല്ലം മുമ്പാണ് ഞാൻ മരിയൻ ഹോസ്പിറ്റലിൽ നൈറ്റ് കാഷ്വാലിറ്റി എടുക്കുകയാണ്. ഒരു 10 മണി രാത്രി ആകുമ്പോൾ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മ കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ഡോക്ടറെ, കുഞ്ഞിനെ ഒന്ന് നോക്കണം, കുഞ്ഞിനെ ഏതാണ്ട് പറ്റി എന്നൊക്കെ പറഞ്ഞാണ് അമ്മ വരുന്നത്. വലിയ പ്രായമില്ലാത്തൊരു അമ്മയാണ്. കയ്യിലൊരു കുഞ്ഞുണ്ട്, ഏകദേശം ഒരു വയസ്സോളം പ്രായമുള്ളൊരു ആൺകുഞ്ഞിനെ കൊണ്ടാണ് ഇവർ ഓടി വരുന്നത്. എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞ് കൊച്ചു തൊട്ടിൽ നിന്ന് താഴെ പോയി. എങ്ങനെയാണ് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊട്ടിയുടെ കെട്ടിയിരുന്ന കയർ അഴിഞ്ഞു പോയി കുഞ്ഞ് ഊർന്ന് നിലത്ത് പോയി വീണു. എന്തെങ്കിലും ഒന്നും പറ്റിയായിട്ട് തോന്നില്ല, കുഞ്ഞ് കരഞ്ഞു. അപ്പം ഞാനിത് ഇവരോട് ഹിസ്റ്ററി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വല്യമ്മ, അതായത് ഈ അമ്മയുടെ അമ്മ, വളരെ കൂളായിട്ട് കാഷ്വാലിറ്റി കയറി വന്നിങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ നിൽപ്പുണ്ട്. അവർക്ക് ഒരു ഭാവഭേദവും ഇല്ല. ഞാനോർത്ത് ഇതെന്താ സംഭവം. ഏകദേശം കുഞ്ഞിനെ പരിശോധിച്ച് നോക്കിയാൽ അപ്പം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, മുറികളൊന്നുമില്ല, ചതവൊന്നുമില്ല, കുഞ്ഞ് ആക്റ്റീവാണ്, കരയുന്നുണ്ട്. പാല് കൊടുത്തോന്ന് ചോദിച്ചാൽ പാലൊക്കെ കുടിച്ചിട്ടുണ്ട്, ഛർദ്ദിച്ചിട്ടില്ല, കണ്ണ് നോക്കിയാൽ കണ്ണൊക്കെ നോർമലാണ്. എങ്കിലും വീണതായതുകൊണ്ട് ഞാൻ പറഞ്ഞ് എന്തായാലും കുറച്ച് നേരം ഒന്ന് ഒബ്സർവ് ചെയ്യാം. അങ്ങനെ ഈ അമ്മയും കുഞ്ഞിനെയും കൂടെ അപ്പുറത്തൊരു മാറ്റി ഒബ്സർവേഷൻ എടുത്തി. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ഡോക്ടറെ, കുഴപ്പമൊന്നും തോന്നുന്നില്ല, ഞങ്ങൾ പൊക്കോട്ടെ എന്ന്. അപ്പോൾ ഞാൻ കൊച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്, ആക്റ്റീവായിട്ടുണ്ട്, പാല് കുടിച്ചു, ഛർദിയൊന്നുമില്ല, കുഞ്ഞ് ആക്റ്റീവാണ്. അപ്പോൾ ആസ് പെർ ദ റൂൾ ഇങ്ങനെ ഒരു കുഞ്ഞ് വരികയാണെങ്കിൽ 24 മണിക്കൂർ നമ്മൾ ഒബ്സർവ് ചെയ്യണമെന്നാണ് എൻ്റെ റൂള്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യം. ഞാൻ ഡോക്ടറെ വീട്ടിൽ ഇച്ചിരി തിരക്കാണ്, വേറെ ആരുമില്ല അതിന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ശരി, കുഞ്ഞിനെ വിടാം, ശകലം വേദനയ്ക്കുള്ള മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തേക്കെന്ന് പറഞ്ഞ് അതിനൊക്കെ എഴുതി അവരെ വിടുന്നു. ഇവരിങ്ങനെ പോയി ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ വല്യമ്മ എൻ്റെ അടുത്ത് വന്നൊന്നുകൂടെ വന്നിട്ട് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഡോക്ടറെ, അവളോട് ആശുപത്രി പോകേണ്ടത് ഞാൻ പറഞ്ഞതാണ്. അപ്പം അതന്നെ, അതെ, അവളെ ഈ കുഞ്ഞിൻ്റെ അമ്മ, അവൾ ചെറുപ്പത്തിൽ ഇങ്ങനെ തൊട്ടിയിട്ടാട്ടി ഇപ്പം തൊട്ടിയുടെ കയറ് പൊട്ടി പോയിട്ട്
അപ്പുറത്തെ ഭിത്തിയെ പോയി ഇടിച്ച് താഴെ വീണ ആളാണ്. അന്ന് അവളെ ആശുപത്രി കൊണ്ടുപോയില്ല. അതാണ് വല്യമ്മമാരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത്രയും ധൈര്യം നമ്മുടെ ഈ ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ല കേട്ടോ. അത് വേറൊരു കാര്യം. പിന്നെ വേറൊരു ഇതുള്ളത്, ഒരുമാതിരിപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊന്നും അത്ര പെട്ടെന്നൊന്നും അപകടമൊന്നും വരില്ല. ഒന്ന് വീണാൽ തന്നെയും കുഞ്ഞുങ്ങൾ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു കരുതൽ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രാക്ടിക്കലായിട്ട് പിന്നെ പ്രാക്ടിക്കലായിട്ട് പറയാനുള്ളത്, നമ്മളുടെ ഈ ഞാൻ പറഞ്ഞില്ല, ഈ എണ്ണ ഒരു മരുന്നായിട്ട് നമുക്ക് എണ്ണ സൂക്ഷിച്ച് വെക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ഈ അടുത്ത കുറച്ച് നാളുകളെ ആയിട്ടുള്ള ഈ എണ്ണ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, 2015 ഞങ്ങളുടെ വീട് ഇത് ചെയ്യുന്നത്, ഹൗസ് വാം ചെയ്യുന്നത്. നമ്മുടെ ശൗമൽ തിരുമേനിയും ദാനിയേൽ തിരുമേനിയും കൂടെ വന്നിട്ടാണ് ചെയ്തത്. അന്ന് എണ്ണ വെച്ച് ഞങ്ങളുടെ മുറിയിൽ ഇങ്ങനെ കുരിശ് വരച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അതധികം കാണാനില്ലായിരുന്നു. പക്ഷേ ഇപ്പം 10 വർഷമായി ഇപ്പോഴും ആ കുരിശിൻ്റെ അടയാളം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എണ്ണ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം വിശുദ്ധ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുക. പിന്നീട് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ ഒരെണ്ണം കൂടെ വരുന്നത്, നമ്മുടെ ബൈബിളുകൾ, പഴയ ബൈബിളുകൾ എന്ത് ചെയ്യണമെന്നുള്ള ചോദിക്കാറുണ്ട്, ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. കത്തോലിക്ക സഭ അവരോട് പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്കൊരു ബൈബിൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഡാമേജായി പോയെന്ന് വെച്ചോ, അത് കത്തിച്ച് കളയാനാണ് പറയുന്നത്. അതിനെ ഇത് അപമാനിക്കാതിരിക്കാൻ വേണ്ടി നശിപ്പിച്ച് കളയുക. നമുക്കങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് പഴയ ബൈബിളുകളുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യാദൃച്ഛികമായിട്ട് എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ കിട്ടി. 1867, 1967 അല്ല, 1867, 1867 മലയാളം ബൈബിൾ നമ്മുടെ കോട്ടയത്ത് അച്ചടിച്ചത്. വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ഇന്നത്തെ നമ്മളുടെ ഇപ്പം ഉപയോഗിക്കുന്ന ഈ വലിയ ബൈബിളിനേക്കാളും കുറച്ച് വലുതാണ്. അതിൻ്റെ ഒരു പേപ്പറിന് പോലും ഇപ്പോൾ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അച്ചടിയെല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ഏതൊക്കെ വർഷത്തിൽ അച്ചടിച്ചതെന്നുണ്ട്, അതിന് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ട്. അപ്പോൾ ഞാനതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് പോയായിരുന്നു. ഇത് ശരിക്കും ഇത് ഒറിജിനൽ സാധനമാണോ അല്ലയോ വേറെ എന്തെങ്കിലും ആണോ, ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കിട്ടാറുണ്ട് അതുകൊണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന അച്ഛൻ പറഞ്ഞു, ഇത് ഒറിജിനൽ സാധനം തന്നെയാണ്, 1867 തന്നെ അച്ചടിച്ചതാണ്, അതിന് വേറെ പ്രത്യേകതകളൊന്നുമില്ല, ഒരു റീപ്രിൻ്റാണ് സാധനം. കേരളത്തിലത് 4 എണ്ണം ഉള്ളതായിട്ട് അച്ഛനറിയാവുന്ന പറഞ്ഞു. എങ്കിലും 2-3 പേര് എന്നോട് ചോദിച്ചു അത് തന്നേക്കുന്നോന്ന്. ഞാൻ പറയും ഇല്ല, അതിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറയും. ഇപ്പോഴും എൻ്റെ കയ്യിൽ കൈവശമുള്ള ഒരെണ്ണമാണ്. വാക്കുകളൊക്കെ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്, കുറച്ചുകൂടി ഒരു തമിഴ് കലർന്ന ഭാഷയാണ് അതിൽ ഉപയോഗിച്ചേക്കുന്നത്. ആദ്യത്തെ വാക്യം തന്നെ, ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും വെറുമയുമായിരുന്നു. ആ വാക്ക് നമ്മളിപ്പോൾ കേട്ടിട്ട് പോലും. അതുപോലെ അതിൻ്റെ ഒരു പ്രത്യേകത, വേറൊരു പ്രത്യേകത ഉള്ളത്, എൻ്റെ ആദ്യത്തെ എഴുതിയിരിക്കുന്ന മോശ എഴുതിയ 1-ാം പുസ്തകം, ഉൽപ്പത്തി പുസ്തകം നല്ല എഴുതിയിരിക്കുന്നു. അതായിരുന്നു അതിൻ്റെ ആദ്യത്തെ 4 പുസ്തകങ്ങളുടെ ഹെഡിങ്. അപ്പോൾ അത് അന്നത്തെ കാലത്തെ പേപ്പറിൻ്റെ ക്വാളിറ്റിയും അച്ചടിയുടെ നല്ലതുകൊണ്ടായിരിക്കും അത് കുഴപ്പം കൂടാതിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൈവശമുള്ള ബൈബിളുകൾ ഉപയോഗശൂന്യമായാൽ നമ്മളത് എവിടെയെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ ഈ ബാപ്റ്റിസം എന്നുള്ളത് വേറെ രീതിയിൽ നമ്മളുടെ സഭയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം CSI സഭ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന 2 സക്രമന്തുകളിൽ ഒന്നാണ് ബാപ്റ്റിസം. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയും ഇമ്പോർട്ടൻസ് കൂടിയും സ്നാനത്തിന് നമ്മുടെ സഭ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാനം, ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ്, അല്ലെങ്കിൽ ആരുടെ കമാൻഡാണ്? യേശുക്രിസ്തുവിൻ്റെ കമാൻഡ് തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയരത്തിൽ നിന്ന് കൽപ്പനയായിട്ട് തന്നെയാണ് നമ്മൾ സ്നാനം കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ജലപ്രളയത്തെക്കുറിച്ച് ചില ചിന്തകന്മാർ പറയുന്നത് അതും ഉയരത്തിൽ നിന്ന് വന്ന ഒരു സ്നാനം എന്നാണ് പറയുന്നത്. വെള്ളത്താൽ ഭൂമിയെ മുക്കിയെടുത്തു, പഴയ ദുഷ്ടതയും പഴയ കൊള്ളരുതായ്മയും എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് പുതിയൊരു ജീവൻ നൽകിയ ഒരു കാലഘട്ടമായിട്ടാണ് ജലപ്രളയത്തെ ചില ചിന്തകന്മാർ കാണുന്നത്. അപ്പോൾ ഈ സ്നാനം നമ്മുടെ സഭയായിട്ടാണേലും സമൂഹമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണേലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ആ സ്നാനത്തിൻ്റെ എല്ലാ നിറവോടും കൂടെ ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.
ക്രിസ്തുവിന്റെ വിശ്വാസങ്ങൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പരിശുദ്ധാത്മായ നഗനിയറയിൽ പാതികെട്ടി ജനിച്ച് പുന്തിയോസ് പിലാത്തോസിന് രക്ഷപ്പെട്ട് കുരിശിക്കപ്പെട്ടു, മരിച്ചെടുക്കപ്പെട്ടു, അമ്പാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചിരുന്നു. പിന്നെ എഴുന്നേറ്റ് അവൻ സർവ്വത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ നിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും അവിടെ അന്തിയുള്ളവരെയും മരിച്ചതിനാക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും സിനിമയുടെ സംസർഗത്തിലും ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലിക്കർത്താവ് ദുഷ്ടങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സമാധാനത്തിൻ്റെ കർത്താവ് ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം യേശുക്രിസ്തുവിൻ്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. സർവശക്തനെന്ന തിരുമാദേമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവായ കർത്താവേ, ഈ ദിവസത്തിൻ്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിൽ വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ജ്ഞാനകീർത്തനങ്ങൾ 315 പാടാം. ഈ സമയത്ത് പാഴ്സനേജിനുള്ള സംഭാവനകൾ സ്വീകരിക്കുന്ന
പട്ടക്കാർക്കും ജനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശുശ്രൂഷന്മാരെ നീതി ധരിപ്പിക്കണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാ നല്ല ദാനവും തികഞ്ഞവരൊക്കെ നിങ്ങൾ നിന്നല്ലോ വരുന്നത്. ഞങ്ങളുടെ എപ്പിസ്കോപ്പമാർ, പട്ടക്കാർ, സഭാപ്രവർത്തകരുടെ മേലും അവരുടെ വിചാരണയിലുള്ള ജനങ്ങളുടെ മേലും നിന്റെ കൃപയുടെ സുഖകരമായുള്ള ആത്മാവിനെ അയക്കണമേ. അവർ നിന്നെ സത്യമായി പ്രസാദിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ നിന്റെ അനുഗ്രഹമാകുന്ന നിരന്തരമായ മഞ്ഞൊഴിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കാര്യസ്ഥനും മധ്യസ്ഥനുമായ യേശുമിശിഹായുടെ ബഹുമാനത്തിനായിട്ട് ഇതിനെ നൽകണമേ. സുവിശേഷ പ്രസിദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും ഭൂമിയിലെ സകല ജാതികളെയും ദൈവമേ, ക്രിസ്തേതരായ ലക്ഷോപലക്ഷങ്ങളെ ഓർക്കണമേ. നിന്റെ സാദൃശ്യത്തിൽ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും നിന്റെ സ്നേഹത്തെ അവർ അറിയുന്നില്ലല്ലോ. നിന്റെ വിശ്വസഭയുടെ പ്രാർത്ഥനകളാലും പ്രയത്നങ്ങളാലും അവരെല്ലാവരും സകലന്തയിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് നിന്റെ പുത്രനായ യേശുമിശിഹായുടെ പരിഹാരയാത്രത്തോണം നിന്നെ ആരാധിക്കുമാറാകണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് നീ അയച്ചവനും എല്ലാ വിശ്വാസികളുടെയും പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹാ മുഖാന്തരം ഇതിനെ നിവർത്തിക്കണമേ. ക്രിസ്തീയ ഐക്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് തൻ്റെ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുമിശിഹായേ, ഞങ്ങളുടെ പാവങ്ങളെയല്ല നിൻ്റെ സഭയുടെ വിശ്വാസത്തെ ഓർത്ത് നിൻ്റെ ഇഷ്ടത്തിനനുസരണമായ സമാധാനവും ഐക്യവും നിൻ്റെ സഭയ്ക്ക് നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ദൈവമായി കാലാവസാനം കൂടെ അതിജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ രാജാവായി എന്നേക്കും വാഴുന്നു. സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഉറയാകുന്ന സർവശക്തനായ ദൈവമേ, നിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ഭൂമി മുഴുവൻ നിറയുവോളം ശാന്തതയിൽ നിൻ്റെ രാജ്യം പുരോഗമിക്കത്തക്കവണ്ണം സകല മനുഷ്യരിലും സമാധാനത്തിനായുള്ള യഥാർത്ഥ വാഞ്ച ഉളവാക്കണമേ. എല്ലാ രാജ്യങ്ങളിലും നേതൃത്വം വഹിക്കുന്നവരുടെ ഹൃദയങ്ങളെ വിശുദ്ധവും സമാധാനപരവുമായ ജ്ഞാനം കൊണ്ട് നടത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നുറുങ്ങിയ ഹൃദയമുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു. ജീവന്റെയും ആരോഗ്യത്തിൻ്റെയും ദാതാവായ സർവശക്തനായ പിതാവേ, സകല രോഗികളെയും ദുഃഖിതരെയും കരുണയോടെ ദർശിക്കണമേ. തിരുവിഷ്ടമായ ലവ ശരീരത്തിലും ആത്മാവിലും സൗഖ്യം പ്രാപിച്ച് വിശ്വസഭയിൽ നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം അവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരും അനുഗ്രഹിക്കണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. കർത്താവേ, ഇന്ത്യ രാജ്യത്തെ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ ഇതിനോട് അപേക്ഷിക്കുന്നു. ഈ രാജ്യത്തുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് രാജ്യത്തിൻ്റെ ഭാരങ്ങളെ വഹിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് ഞങ്ങളിൽ നിന്ന് സകല ഭിന്നതകളെയും ചണ്ടകളെയും നീക്കിക്കളയണമേ. രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി ഓരോരുത്തരും ആവശ്യപ്പെടുന്ന സേവനം തങ്ങളുടെ പ്രാപ്തിക്കനുസൃതമായ ചെയ്യുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. പൊതു ആവശ്യം നിവൃത്തിക്കായി സകല യഥാർത്ഥപരമായ നാസ്തി ഞങ്ങളിൽ നിന്നില്ലാതെയാക്കണമേ. ദർശനമില്ലാതിരിക്കുന്നിടത്ത് ജനങ്ങളും രാഷ്ട്രങ്ങളും നശിക്കുന്നത് കൊണ്ട് നിന്റെ സത്യത്തെയും നീതിയെയും കുറിച്ചുള്ള ദർശനം ഞങ്ങൾക്ക് നൽകണമേ. ഈ രാജ്യത്ത് അധികാരം വഹിക്കുന്ന എല്ലാവരും നേരായും പക്ഷപാതം കൊണ്ടാതെയും ന്യായത്തെ നടത്തിപ്പാനായിട്ട് അവർക്ക് വേണ്ട ജ്ഞാനവും പരമാർത്ഥവും നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രത്യേകം അപേക്ഷിക്കുന്നു. പിതാവേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹാ മൂലം ഇതിനെ നൽകണമേ. ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു.
സർവശക്തനാദൈവമേ, മനുഷ്യവർക്കും ശരിയായി ഭരിക്കപ്പെടേണ്ടതിന് ഭരണാധിപന്മാർക്ക് ആധിപത്യം നൽകുന്നവൻ നീയാകുന്നുവല്ലോ. ഞങ്ങളുടെ ഈ ദേശത്തെ ഗവർണറെയും മന്ത്രിമാരെയും മറ്റു ഭരണാധികാരികളെയും കൃപയോടെ കടാക്ഷിക്കണമേ. നീ അവരെ പരമേൽപ്പിച്ചിട്ടുള്ള അധികാരത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും സമാധാനത്തിനും നന്മയ്ക്ക് ഉപയോഗിക്കാനിടയാകേണ്ടതിന് അവരുടെ ആലോചനകളെ തിരികത പ്രകാരം ഭരിച്ചു നടത്തുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാ സഹോദരന്മാർ തിരിച്ചു വസിക്കുന്നത് പെന്തക്കോസ്ത് നാളെ പ്രത്യാശയോടും ഐക്യത്തോടും കാത്തിരുന്ന സഭയ്ക്ക് നിന്റെ പരിശുദ്ധാത്മാദാനത്തെ നൽകിയ ദൈവമേ, ഇവിടെ നിന്നെ ആരാധിക്കുന്നവരായ ഞങ്ങളെ അത്ഭുതകരമായ വിധത്തിൽ ഏകതൊഴുത്തിലേക്ക് നീ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നിൽ നിന്ന് ഞങ്ങൾ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിപ്പാനും നിനക്കായ വലിയ കാര്യങ്ങൾ ഉദ്യമിപ്പാനും തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിലും ആരാധനയിലും ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നിന്നിൽ ഒന്നായി തീർന്നിട്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അയച്ചുവെന്ന ലോകത്തിന് കാണിച്ചു കൊടുക്കാനും കൃപ നൽകണമേ. അവന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലകരുണയുടെയും പിതാവേ, അയോഗ്യരായ അടിയരോടും സകലമനുഷ്യരോടും നിനക്കുള്ള സന്നദ്ധയ്ക്കായിട്ടും ആദരവിനയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനെയും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാവരും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ലോകത്തെ വീണ്ടുള്ള തീർച്ചയുടെ സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും അതിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായി ഞങ്ങളുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാടുകളൊക്കെ വിശുദ്ധിയോടും പാടുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ അതിരങ്ങൾ കൊണ്ട് മാത്രമല്ല, ഞങ്ങൾ അളപ്പിലും കൂടെ നിന്റെ സ്ഥിതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലകരണങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവനെന്നേക്കും പരിശുദ്ധാത്മാവിനും സകലബഹുമാനവും മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നിങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരവണ്ണം നിവൃത്തി വരുത്തി ഹിലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യവനും ഞങ്ങൾക്ക് തരണമേ. ജ്ഞാനകീർത്തനങ്ങൾ 375. കീർത്തനം 370.
അവനോടുകൂടെ സകലവും ഞങ്ങളുടെ സൗകര്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ തിരുമുമ്പാകെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഈ വഴിപാടുകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായും സ്വാതന്ത്ര്യമായും സേവിക്കുകയും നിന്റെ സേവയിൽ ഞങ്ങളുടെ പരിപൂർണ സന്തോഷവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചിരുവാ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് മുട്ടോത്തി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ വന്ന് ചേരുവാൻ ദൈവത്തെ സ്തുതിപ്പാൻ തന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ച കാലം വഴി നമ്മളെ കാത്തനുഗ്രഹിച്ച് ഈ സമയം വരെ കൊണ്ടത് ദൈവത്തിൻ്റെ കാവലിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിനോട് അപേക്ഷിക്കാം. യാത്രയിലായിരിക്കും നമ്മുടെ ഇടപെട്ടക്കാരനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ആപത്തനർത്ഥങ്ങളോ ഒന്നും വരാതെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചുകൊള്ളണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ സഹായങ്ങൾ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ഓരോ സംഘടനകളെയും നമുക്ക് സംഘടനയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. മഴക്കെടുതിയിൽ നിന്നോ മറ്റു പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ നമ്മളെ കാത്ത ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇനി ഒരാഴ്ച കാലം മുഴുവൻ നമ്മളെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയിലും കാവലിലും ഏൽപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാഴ്സനേജ് പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ എല്ലാ പ്രവർത്തനവും ഞാൻ നടക്കുവാൻ നീ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സമയം വരെ നമ്മളോട് കൂടി നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ വഴി നടക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇനി ഒരു അടുത്ത ആഴ്ചയും നിൻ്റെ ഈ സന്നിധിയിൽ വന്നു ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനും ദൈവദിന പ്രഘോഷണം കേൾക്കുവാനും കൃപ നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ കരുണകൾക്ക് വേണ്ടിയും കാവലിന് വേണ്ടി അപേക്ഷിക്കാം. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആശീർവാദം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. അറിയിപ്പോൾ നൽകട്ടെ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച 5100 രൂപ, പിടിയേരി 1100 രൂപ, പിറന്നാൾ സ്തോത്രം 1500 രൂപ, ഇങ്ങനെ മൊത്തം 7700 രൂപ. 7700. ഈ ആഴ്ച പിറന്നാൾ കൊണ്ടാടുന്നവരെ പേരുകൾ വായിക്കട്ടെ. റോയി മാമൻ നെടിയപാലക്കൽ, പോൾ ജോസഫ് നെടിയപാലക്കൽ, ജിനി വിൻസെൻ്റ് വടക്കേ വീട്ടിൽ, മറിയാമ്മ ജോർജ് കൊച്ചുപുരയ്ക്കൽ, ജെനിൽ ജോജോ കൊടുങ്ങാക്കൽ, ജെനി റോസ് ജോജോ കൊടുങ്ങാക്കൽ, കെനാൻറ്റി വിജോ താഴ്ത്തു കൊഴിക്കുന്നേൽ, ഏഡൻ വി ജെയ്സൺ വില്ലംപ്ലാക്കൽ. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ
ജോസഫ് മാത്യു ആൻഡ് ഷേർലി തടത്തിലാനിക്കൽ, MD ജോൺ ആൻഡ് റൈച്ചൽ മുണ്ടപ്ലാക്കൽ. നമ്മുടെ ഈസ്റ്റ് കേരള ഡയോസിസ് ആയിട്ട് നടത്തുന്ന കാർഷികോത്സവത്തിൻ്റെ ഒരു ആലോചന മീറ്റിംഗ് 19/8/25 രാവിലെ ബിഷപ്പ് ഹൗസിൽ വെച്ച് നടത്തുന്നതാണ്. അപ്പോൾ കമ്മിറ്റിക്കാരെല്ലാവരും അതിൽ പങ്കെടുക്കാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ സൺഡേ സ്കൂൾ ക്യാമ്പ് ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1, 2 തീയതികളിൽ HRDT സെൻറ്ററിൽ വെച്ച് നടത്തുന്നു. പിന്നെ സ്ത്രീജനസഖ്യത്തിൻ്റെ ഉപവാസ പ്രാർത്ഥന 23/8/25, അതായത് ഈ ശനിയാഴ്ച ചൊവ്വൂർ സഭയിൽ വെച്ച് നടത്തുന്നു. അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം കൊയറിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രത്യേക അറിയിപ്പുള്ളത്, കർഷക ദിനാചരണവും തിരഞ്ഞെടുത്ത കർഷകരെ ആദരിക്കലും. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, മേലാവ് ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, വിവിധ ബാങ്കുകൾ, കാർഷിക വികസന സമിതി, കൃഷിക്കൂട്ടങ്ങൾ, കേര സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും 2025 ഓഗസ്റ്റ് 17 തീയതി, അതായത് ഇന്നല്ലേ, ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തുന്നതാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തുന്നു. വിശിഷ്ടാതികളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ മാണി സി കാപ്പൻ MLA ആണ്. പിന്നെ അച്ഛൻ ഒരു 2-3 ആഴ്ചയായിട്ട് നമ്മളോട് പറയുന്നതാണ്, സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് പടിക്കപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ സന്ദർശനം പോകണമെന്ന് അച്ഛൻ 2-4 ആഴ്ചയായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഡേറ്റ് നമ്മൾ തീരുമാനിച്ചിട്ടെങ്കിലും സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഡ്രസ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയ പഴക്കം ചെല്ലാത്ത ഡ്രസ്സുകൾ ഉള്ളവർ അത് കളക്ട് ചെയ്ത് യൂത്ത് മൂവ്മെൻ്റ് അത് ഏറ്റെടുത്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരിന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ സൗകര്യമായിരിക്കും. അപ്പോൾ സെപ്റ്റംബർ മാസം ആദ്യ ആഴ്ചയിൽ പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഡേറ്റ് പിന്നെ അറിയിക്കുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും ഉണ്ടോ? യാത്രാഗീതമായിട്ട് കീർത്തനം 253. കീർത്തനം 253.
സമയം വരുന്നതില്ല ഞങ്ങൾക്കായ സ്തോത്രം. നിന്റെ സന്നിധി ഞങ്ങളെ ആയിരുന്നപ്പോൾ നീ ഞങ്ങളോട് കൂടി നീനായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകട്ടെ. നിന്റെ സാന്നിധ്യം കൂടെ പോരണമേ. നിന്റെ വിശുദ്ധങ്ങൾ ഞങ്ങളെ കാവൽ ചെയ്തുകൊള്ളണമേ. അടുത്തൊരാഴ്ച കാലം മുഴുവൻ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ നിറച്ചുകൊള്ളണമേ. വീണ്ടും നിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നവരെ നിന്റെ കൃപയാൽ ഞങ്ങളെ നിറച്ചുകൊള്ളണമെന്ന് സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ.